കേരള ബിജെപിയിലെ സംഘടനാ പ്രശ്നങ്ങളിൽ അമിത്ഷാ ഇടപെടുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള മുരളീധര റാവുവിനോട് വിശദീകരണം തേടി. ഗ്രൂപ്പ് ചേരിപ്പോര് അവസാനിപ്പിച്ചില്ലെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. അമിത്ഷായുടെ ഫേസ്ബുക്ക് പേജിൽ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് അഭിപ്രായം ഉന്നയിച്ചിരുന്നു. ആർ രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, സംസ്ഥാനത്തെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടാനാണ് കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നത്? ആർ രാകേഷ് വിവരങ്ങളുമായി ചേരും. കേരള ബിജെപിയിലെ സംഘടനാ പ്രശ്നങ്ങളിൽ കേന്ദ്ര നേതൃത്വം ഇടപെടും. അമിത്ഷായുടെ ഇടപെടൽ ഉണ്ടാകും വിഷയത്തിൽ. കേരളത്തിന്റെ ചുമതലയുള്ള മുരളീധര റാവുവിനോടാണ് അമിത്ഷാ വിശദീകരണം തേടിയിരിക്കുന്നത്. ഗ്രൂപ്പ് ചേരിപ്പോര് അവസാനിപ്പിച്ചില്ലെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് അമിത്ഷായുടെ മുന്നറിയിപ്പ്. ആർ രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഗ്രൂപ്പ് പോര് മൂർച്ഛിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം? തീർച്ചയായും ഗ്രൂപ്പ് പോര് മൂർച്ഛിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ മുരളീധർ റാവുവിനോട് അമിത്ഷാ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കാരണം പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് പലതവണ യോഗങ്ങൾ ചേർന്നെങ്കിൽ പോലും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. മാത്രമല്ല, കേന്ദ്ര പ്രതിനിധി പങ്കെടുത്ത യോഗത്തിൽ പോലും സംസ്ഥാന നേതാക്കൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം വരെയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് അമിത്ഷാ മുരളീധർ റാവുവിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ സാഹചര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുരളീധർ റാവു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. നിലവിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കും. അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അത് ഒരു നേതാക്കൾക്കും മറികടക്കാൻ സാധിക്കില്ല എന്നായിരുന്നു മുരളീധർ റാവുവിന്റെ വാക്കുകൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന നേതാക്കളുടെ കലഹം മൂർച്ഛിച്ചൊരു സാഹചര്യം തന്നെയാണ് ഈ വിഷയത്തിൽ മുരളീധർ റാവുവിനോട് ഇപ്പോൾ ദേശീയ നേതൃത്വം അമിത്ഷാ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതിനിടെ അമിത്ഷായുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പരാതി ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഗ്രൂപ്പിസം നടക്കുന്നു. അത് പി കെ കൃഷ്ണദാസിന്റെയും ഒപ്പം തന്നെ വി മുരളീധരന്റെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത് പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പുതിയ നേതൃത്വം വരണം എന്നൊരാവശ്യമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഏതാണ്ട് ജൂൺ 26 മുതലുള്ള അമിത്ഷായുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകൾക്കും ഫോട്ടോയ്ക്കും കീഴിലാണ് ഇത്തരത്തിൽ പ്രവർത്തകരുടെ പരാതി പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രേണുക. രാകേഷ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപ് സംസ്ഥാന നേതൃത്വത്തെ സജ്ജമാക്കുക, ആ രീതിയിൽ ഒരു അഴിച്ചുപണിയിലേക്കൊക്കെ പോവുക എന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്? രേണുക, ഏതായാലും വിഭാഗീയത അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ടായെങ്കിൽ പോലും അമിത്ഷായുടെ ഈ സന്ദർശനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്ക് വരും. വരുന്ന ജൂലൈ മാസം ആദ്യവാരം അമിത്ഷാ കേരളത്തിൽ വരുന്നുണ്ട്. അതിൽ ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുക, കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ നിന്ന് ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തുക എന്നതാണ് അമിത്ഷായുടെ ഈ സന്ദർശന ദൗത്യം. പക്ഷേ സംസ്ഥാന നേതാക്കൾക്കിടയിലുള്ള വിഭാഗീയത ഏതായാലും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വരും. അതുകൊണ്ട് തന്നെ പുതിയ അധ്യക്ഷന്റെ തീരുമാനം ഈ അമിത്ഷായുടെ സന്ദർശനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകും. അമിത്ഷായുടെ സന്ദർശനത്തിന് ശേഷം ഒരു പ്രഖ്യാപനം, അതായത് പുതിയ അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിലെ നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രേണുക. ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.